നമസ്കാരം. പഹൽഗാം ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടിയിൽ 100ഓളം ഭീകരരെ വധിച്ചത് കൂടാതെ 40ഓളം പാക് സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് സേനാ വൃത്തങ്ങൾ. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ്, എയർ മാർഷൽ AK ഭാരതി, വൈസ് അഡ്മിറൽ AN പ്രമോദ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. പാകിസ്ഥാന്റെ റഡാർ സംവിധാനവും തകർത്തു. ഭീകരരെ പരിശീലിപ്പിച്ച മുരിദ്കയിലെ കേന്ദ്രം തകർത്തു. കസബിനെയും ഹെഡ്ലിയെയും ലഷ്കർ പരിശീലിപ്പിച്ചത് മുരിദ്കയിലാണ്. യാക്കോബാദ് വ്യോമ കേന്ദ്രത്തിലും ആക്രമണം നടത്തി. ഇന്ത്യയുടെ നടപടി കൃത്യമായ ആസൂത്രണത്തിലൂടെയാണെന്നും സേന വിശദീകരിച്ചു. ആക്രമണശേഷമുള്ള ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടിരുന്നു. കറാച്ചി ഉൾപ്പെടെ ആക്രമിക്കാൻ നാവികസേന സജ്ജമായിരുന്നുവെന്നും സേന വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ കറാച്ചി ഉൾപ്പെടെയുള്ള കടലിലെയും കരയിലെയും തെരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ നാവികസേന പൂർണ്ണമായും സജ്ജരായിരുന്നുവെന്ന് വൈസ് അഡ്മിറൽ AN പ്രമോദ് പറഞ്ഞു. പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന് എയർ മാർഷൽ AK ഭാരതി വ്യക്തമാക്കി. എന്നാൽ പാകിസ്ഥാൻ ഈ ധാരണ ലംഘിച്ച് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തി. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ സാധിക്കില്ല. ശത്രുവിന് ശക്തമായ മറുപടി നൽകി. ചില പാക് വിമാനങ്ങൾ തകർത്തു. എത്ര എണ്ണമാണെന്ന് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. പാക് വിമാനങ്ങൾ തകർത്തതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്നും ഇത് സംബന്ധിച്ച് സാങ്കേതിക പരിശോധന നടക്കുകയാണെന്നും AK ഭാരതി വ്യക്തമാക്കി. റഫാൽ വിമാനം പാകിസ്ഥാൻ തകർത്തോ എന്ന ചോദ്യത്തിന് ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നോ പാക് വിമാനങ്ങൾ ഏതൊക്കെ തകർന്നു എന്നതുപോലുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മറുപടി നൽകി. സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത്തരം വെളിപ്പെടുത്തലുകൾ എതിരാളികൾക്ക് അനുകൂലമാകും. രാജ്യം ശക്തമായ തിരിച്ചടിയാണ് ശത്രുവിന് നൽകിയതെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. പോർമുഖത്ത് നഷ്ടങ്ങളും സ്വാഭാവികമാണെന്നും AK ഭാരതി പറഞ്ഞു. കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നോക്കിയില്ല, കാരണം അവരായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. ഇന്നും ആക്രമണം തുടങ്ങിയാൽ ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഏത് സാഹചര്യവും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നേരിടാൻ കരസേനാ മേധാവിക്ക് അനുമതി നൽകി. 3 സേനകളും സംയുക്തമായി പ്രവർത്തിച്ചു. നീതി നടപ്പാക്കിയെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യോമസേന തകർത്ത ചില പാക് റഡാറുകൾ ഇവയൊക്കെയാണ്: 1 പസ്രൂർ എയർ ഡിഫൻസ് റഡാർ, 2 ചുനിയാൻ എയർ ഡിഫൻസ് റഡാർ, 3 ആരിഫ് വാല എയർ ഡിഫൻസ് റഡാർ, 4 സർഗോദ എയർഫീൽഡ്, 5 റഹീം യാർ ഖാൻ എയർഫീൽഡ്, 6 ചക്ലാല എയർഫീൽഡ്, സുക്രൂർ എയർഫീൽഡ്, ഭോലാരി എയർഫീൽഡ്, ജേക്കബാദ് എയർഫീൽഡ് എന്നിവയാണ്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകി ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമാണെന്നാണ് പ്രതിരോധ സേന വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ പഞ്ചാബിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളും ആക്രമിച്ചു. 100-ലധികം ഭീകരരെ വധിച്ചു. പുൽവാമ ആക്രമണത്തിലും കാണ്ഡഹാർ വിമാന റാഞ്ചലിലും ഭാഗമായ കൊടും ഭീകരരെ ഉൾപ്പെടെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചു. ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും പ്രതിരോധ സേന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സേനകളെയും നിരപരാധികളായ വിനോദസഞ്ചാരികളെയും ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടി നൽകേണ്ടതിന്റെ തീരുമാനത്തിലേക്ക് എത്തിയത്. സൈന്യത്തിൻ്റേത് ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. കണിശതയോടെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് അതിർത്തി കടന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചു. അതിനായി അതിർത്തിക്കപ്പുറത്തെ ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക തയ്യാറാക്കി പരിശോധിച്ചു. അതിൽ ചില ഭീകര കേന്ദ്രങ്ങൾ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പായതോടെ ആളൊഴിഞ്ഞു പോയതായും കണ്ടെത്തി. 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഉന്നമിട്ട് ആക്രമിച്ചത്. പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാൻ പഞ്ചാബിലെയും ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. ബാഗ്ബല്ലൂരിലെയും മുരിദ്കയിലെയും കൊടും ഭീകരരുടെ താവളങ്ങളും ഇല്ലാതാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം തെളിവുകൾ നിരത്തിയാണ് കര, വ്യോമ, നാവികസേന ഉന്നത ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്.